ഈ അദ്ധ്യായത്തിൽ ശലോമോൻ രാജാവിൻ്റെ ജ്ഞാനത്തെക്കുറിച്ച്, വിവേകത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. രാജാക്കന്മാർ അദ്ധ്യായം 4. ശലോമോൻ രാജാവ് എല്ലാ ഇസ്രായേലിനും രാജാവായി. അവനുണ്ടായിരുന്ന പ്രധാനികൾ ആരെന്നാൽ, സാദോക്കിന്റെ മകൻ അസര്യ പുരോഹിതൻ, ശീശയുടെ പുത്രന്മാരായ എലീഹോരേഫും അഹീയായും എഴുത്തുകാർ, അഹീലൂദിന്റെ മകൻ യഹോശാഫാത്ത് മന്ത്രി, യഹോയാദയുടെ മകൻ ബെനായ സേനാധിപതി, സാദോക്കും അബ്യാഥാരും പുരോഹിതന്മാർ, നാഥാന്റെ മകനായ അസര്യ ഗ്രഹവിചാരകക്കാരുടെ മേലാധികാരി, നാഥാന്റെ മകനായ സാബൂദ് പുരോഹിതനും രാജാവിൻ്റെ സ്നേഹിതനുമായിരുന്നു. അഹീഷ രാജഗ്രഹവിചാരകൻ, അബ്ദയുടെ മകൻ അദോനീരാം വേലക്കാരുടെ മേധാവി, രാജാവിനും രാജഗ്രഹത്തിനും ഭോജന പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുക്കുവാൻ ശലോമോന് ഇസ്രായേലിലെല്ലാം 12 കാര്യസ്ഥന്മാർ ഉണ്ടായിരുന്നു. അവരിൽ ഓരോരുവൻ ആണ്ടിൽ ഓരോ മാസത്തേക്ക് ഭക്ഷ്യപദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുക്കും. അവരുടെ പേരുകൾ എഫ്രയീം മലനാട്ടിൽ ബെൻഹൂർ, മാക്കസ്, ഷാൽബീം, ബേത്ത്ശേബ്, ഏലോൺ, ബേത്ത്ഹാനാൻ എന്നീ സ്ഥലങ്ങളിൽ, ബെൻദേക്കർ, അരുബോത്തിൽ, ബെൻഹേസർ, സോക്കോവും, ഹേഫെർ ദേശം മുഴുവനും അവൻ്റെ സീമ ആയിരുന്നു. നാഫത്ത്ദോറിൽ ബെത്ത്ബിനാദാബ്, അവൻ ശലോമോന്റെ മകളായ താഫത്തിനെ വിവാഹം കഴിച്ചിരുന്നു. അഹീലൂദിന്റെ മകനായ ബാനയുടെ സീമ താനാക്കും മെഗിദ്ദോവും, സാരെദാൻ അരികെ ഇസ്രായേലിന് താഴെ ബേത്ത്ശേയാൻ മുതൽ ആബേൽ മെഹോല വരെയും യോക്ബേയാമിൻ്റെ അപ്പുറം വരെയുമുള്ള ബേത്ത് ഷേയാൻ മുഴുവനുമായിരുന്നു. ഗിലെയാദിലെ റാമോത്തിൽ ബെൻഗേബർ, അവൻ്റെ അതിർത്തി മനശ്ശെയുടെ മകനായ യായീരിന്. ഗിലെയാദിലുമുള്ള പട്ടണങ്ങളും കോട്ടകളും ചെമ്പോട അമ്പലുകളുള്ള 60 വലിയ പട്ടണങ്ങൾ ഉൾപ്പെട്ട ബാശാനിലെ അർബേദ് ദേശവുമായിരുന്നു. മഹനയീമിൽ ഇദ്ദായിയുടെ മകൻ അഹീനാദാബ്, നഫ്താലിയിൽ അഹീമാസ്, അവൻ ശലോമോന്റെ മകളായ ബാശേമത്തിനെ ഭാര്യയായി പരിഗ്രഹിച്ചു. ആശേരിലും ബെയാലോത്തിലും ഹൂശയുടെ മകൻ ബാന, ഇസ്സാഖാരിൽ പാരൂഹിൻ്റെ മകനായ യഹോശാഫാത്ത്, ബെന്യാമീനിൽ ഗേലിയുടെ മകനായ ശിമെയി, അമോര്യ രാജാവായ സീഹോന്റെയും ബോഷാൻ രാജാവായ ഓഗിൻ്റെയും രാജ്യമായിരുന്ന ഗിലെയാദ് ദേശത്ത് ഹൂരിൻ്റെ മകൻ ഗേബേർ. ആ ദേശത്ത് ഒരു കാര്യസ്ഥൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യഹൂദയും ഇസ്രായേലും കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യം ആയിരുന്നു. അവർ തിന്നുകുടിച്ച് സന്തോഷിച്ചിരുന്നു. നദി മുതൽ ഫെലിസ്ത്യാദേശം വരെയും ഇസ്രായേലിൻ്റെ അതിർ വരെയുമുള്ള സകല രാജ്യങ്ങളെയും ശലോമോൻ ഭരിച്ചു.
അവൻ കപ്പം കൊണ്ടുവന്ന് ശലോമോനെ അവൻ്റെ ജീവപര്യന്തം സേവിച്ചു. ശലോമോന്റെ നിത്യച്ചെലവ് ദിവസം 1:30 പറ നേരിയ മാവും 60 പറ സാധാരണ മാവും ഇളമാൻ മ്ലാവ് പുഷ്ടി വരുത്തിയ പക്ഷികൾ എന്നിവ കൂടാതെ തടിപ്പിച്ച 10 കാളയും മേച്ചിൽ പുറത്തെ 20 കാളയും 100 ആടുമായിരുന്നു. നദിക്കിക്കരെയുള്ള സകല രാജാക്കന്മാരെയും അവൻ ഭരിച്ചു. ചുറ്റുമുള്ള സ്ഥലങ്ങളിലെല്ലാം അവന് സമാധാനമുണ്ടായിരുന്നു. ശലോമോന്റെ കാലത്തെല്ലാം യഹൂദയും ഇസ്രായേലും ദാൻ മുതൽ ബേർശേബ വരെയും ഓരോരുവൻ താൻ്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിൻ കീഴിലും നിർഭയം വസിച്ചു. ശലോമോന് തൻ്റെ രഥങ്ങൾക്ക് 40,000 കുതിരാലയവും 12,000 കുതിരപ്പട്ടാളവും ഉണ്ടായിരുന്നു. കാര്യസ്ഥന്മാർ ഓരോരുവൻ ഓരോ മാസത്തേക്ക് ശലോമോൻ രാജാവിൻ്റെ അരമനമേശയിൽ കൂടുന്ന എല്ലാവർക്കും വേണ്ടുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ കുറവുകൂടാതെ എത്തിച്ചു കൊടുത്തിരുന്നു. അവർ കുതിരകൾക്ക് വേണ്ടുന്ന യവവും വൈക്കോലും താൻ്റെ മുറപ്രകാരം അവയിരിക്കുന്ന സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കുമായിരുന്നു. ദൈവം ശലോമോന് അത്യന്തിക ജ്ഞാനവും ബുദ്ധിയും വളരെയേറെ ഹൃദയവിശാലതയും കൊടുത്തു. സകല പൂർവ്വനിവാസികളുടെയും ജ്ഞാനത്തെക്കാളും മിസ്രയീമ്യരുടെ സകല ജ്ഞാനത്തെക്കാളും ശലോമോന്റെ ജ്ഞാനം ശ്രേഷ്ഠമായിരുന്നു. സകല മനുഷ്യരെക്കാളും യസോഹ്യനായ ഏതാൻ മഹോലിന്റെ പുത്രന്മാരായ ഹേമാൻ, കൽക്കോൽ, ദർഥ എന്നിവരെക്കാളും അവൻ ജ്ഞാനിയായിരുന്നു. അവൻ്റെ കീർത്തി ചുറ്റുമുള്ള സകല ജാതികളിലും വ്യാപിച്ചു. അവൻ 3000 സദൃശ്യവാക്യങ്ങൾ പറഞ്ഞു. അവൻ്റെ ഗീതങ്ങൾ 1005 ആയിരുന്നു. ലെബാനോനിലെ ദേവദാരു മുതൽ ചുവയിന്മേൽ മുളയ്ക്കുന്ന ഈസോപ്പ് വരെയുള്ള വൃക്ഷാദികളെക്കുറിച്ചും മൃഗം, പക്ഷി, ഇഴജാതി, മത്സ്യം എന്നിവയെക്കുറിച്ചും അവൻ എഴുതി. ശലോമോന്റെ ജ്ഞാനത്തെപ്പറ്റി കേട്ട സകല രാജാക്കന്മാരുടെയും അടുക്കൽ നിന്ന് നാനാജാതിക്കാരായ അനേകർ അവൻ്റെ ജ്ഞാനം കേൾക്കുവാൻ വന്നു. അവർ അവന് കാഴ്ചകളും അർപ്പിച്ചു. ദൈവമേ, സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോ.